നമസ്കാരം. ഗരുഡ നക്ഷത്രങ്ങളിൽ ജനിച്ചാലുള്ള ചില സ്വഭാവങ്ങളെക്കുറിച്ച്, സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഗരുഡ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ചില പ്രത്യേകമായ കഴിവുകൾ, ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നൽകുക തന്നെ ചെയ്യും. മഹാവിഷ്ണു ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ. അതിനാൽ തന്നെ ഗരുഡ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴായി പോരാട്ടം നേരിടേണ്ടതായി വരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകും. അത്തരത്തിൽ ഗരുഡ നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിരിക്കും എന്ന് പറയാം. അതായത് ജീവിതത്തിൽ എപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുന്നവരാണ് ഇവർ. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും പല സമയങ്ങളിലും തോൽവിയോ പരാജയമോ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടതായി വരാം. അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ വിജയം നേടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചെയ്യുന്ന തൊഴിലിൽ എപ്പോഴും ആത്മാർത്ഥത പുലർത്തണം എന്ന് ആഗ്രഹിക്കുകയും ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്നവരാണ് ഗരുഡ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികൾ. അതിനാൽ തന്നെ ഈ വ്യക്തികൾ മറ്റുള്ളവർക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. സ്വന്തം കഷ്ടപ്പാടിനാൽ വിജയത്തിൽ എത്തുവാൻ അഥവാ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ ഗരുഡ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ. സ്വന്തം കഷ്ടപ്പാടിനാൽ വിജയിക്കുന്നവരാണ്. വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. ആദ്യം നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് വരാം, എന്നാൽ ഇവർ വീണ്ടും കഷ്ടപ്പെടാൻ തയ്യാറാകുന്നവരാണ്. അത്തരത്തിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് തനിക്ക് അനുകൂലമാക്കുവാൻ പ്രത്യേകമായ കഴിവ് സിദ്ധിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. ഇവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവർ മുഖത്ത് നോക്കി പറയുന്നവരും ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ്. അതിനാൽ മറ്റുള്ളവർ പറയുന്നതല്ല ഇവർക്ക് കാര്യം. ഇവർക്കത് സ്വയം ബോധ്യപ്പെടണം. അത് ശരിയാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ ആര് വിചാരിച്ചാലും ഇവരെ ഒരു പക്ഷേ തടയുവാൻ സാധിക്കണം എന്നില്ല. പൊതുഫലത്താൽ പറയുന്നതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. എന്നാൽ ഇവർ അത്തരത്തിൽ ശരിയായ കാര്യങ്ങൾ എപ്പോഴും ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവരുമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മറ്റു വ്യക്തികളുടെ, അത് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളാകാം, അവരുടെ വൈരാഗ്യം നേരിടുന്നവരാണ് എന്ന് പറയാം. ഒളിഞ്ഞും തെളിഞ്ഞും നിരവധിയാർന്ന ശത്രുക്കൾ ഇവർക്കുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് പലവിധ ദോഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും ഒന്ന് പച്ച പിടിച്ച് വരുന്നതായ അവസരത്തിൽ ഇത്തരത്തിലുള്ള വൈരാഗ്യപൂർണമായ കാര്യങ്ങളാൽ പല കാര്യങ്ങളും നഷ്ടമാകുവാനോ തട്ടിത്തെറിച്ച് പോകുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്ത് ബന്ധങ്ങൾക്ക് എന്നാൽ വലിയ വില നൽകുന്നവരാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ട്. എന്നാൽ മറ്റു ചില സുഹൃത്തുക്കൾ അവർ ചില അവസരങ്ങളിൽ നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തന്മൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലൊരു ചിന്താഗതി ഉള്ളവരാണ് പൊതുവെ ഗരുഡ നക്ഷത്രങ്ങളിൽ ഉള്ളവർ എന്ന് തന്നെ പറയാം. അതിനാൽ മനസ്സിൽ നിങ്ങൾക്ക് കളങ്കമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും പലപ്പോഴും തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അത് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. മനസ്സിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് നിങ്ങൾ പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും മനസ്സിലുള്ള കാര്യങ്ങൾ അത് പുറമെ കാണിക്കുന്നവരാണ് നിങ്ങൾ. ഒളിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. പലപ്പോഴും പല വ്യക്തികളോടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ
ഭാവിയിൽ പ്രകടിപ്പിക്കുവാൻ സാധ്യത കൂടുതലുള്ളവരാണ് എന്ന് തന്നെ പറയാം. ഇഷ്ടങ്ങൾ പലപ്പോഴും മാറി മറിയുന്നവരാകുന്നു. പല കാര്യങ്ങളോടും താല്പര്യം ഇല്ലാതിരുന്നിട്ട് പിന്നീട് അതോട് താല്പര്യം തോന്നുകയോ അല്ലെങ്കിൽ താല്പര്യമുള്ള കാര്യങ്ങളോട് പിന്നീട് വിരക്തി തോന്നുകയോ ചെയ്യാം. അത്തരത്തിൽ പലപ്പോഴും ഇഷ്ടങ്ങൾ മാറി മറിയുന്നവരാകുന്നു. അതിനാൽ തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നു എന്ന് വരാം. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ പൊതുവെ ശ്രീകൃഷ്ണ ഭക്തരാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധ്യത കൂടുതൽ ഉള്ളവരാണ് എന്ന് പറയാം. ഭഗവാനുമായി പ്രത്യേകമായ ഒരു അടുപ്പം ഇവർക്ക് എപ്പോഴും ഉണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ ഇവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങളിലും ഇവർ പെട്ടെന്ന് പ്രതികരിക്കും എന്നത് ഇവരുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഒരിക്കലും മറക്കുകയോ അല്ലെങ്കിൽ പൊറുക്കുകയോ ചെയ്യാത്തവരാണ് എന്ന് തന്നെ പറയാം. ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതവർ ഒരിക്കലും മറക്കില്ല, മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ പല അവസരങ്ങളിലും പലരിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടോ അല്ലാതെയോ തോൽക്കുന്നവരാണ് ഇവർ. അത് ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, വിഷമങ്ങൾക്ക് കാരണമാകും. എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ തോറ്റാൽ പോലും അവസാനം വരെ പോരാടി തോൽക്കുന്നവരാണ് എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കുന്നവരാണ് ഇവർ. ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത്തരത്തിലായിരിക്കും. അതിനാൽ ഇവരെ തോൽപ്പിച്ചു എന്നതുകൊണ്ട് ഇവർ ശരിയായ രീതിയിൽ തോൽക്കണം എന്നില്ല. പൊരുതി തോൽക്കുന്നവരാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. സ്നേഹിക്കുന്നവരെ ഇവർ ഒരിക്കലും കൈവിടുന്നതല്ല. അവർക്കൊപ്പം ഏത് പ്രതിസന്ധിയാണ് എങ്കിലും ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നവരും അവർക്ക് വേണ്ട സഹായങ്ങൾ, ഇവരാൽ കഴിയുന്ന സഹായങ്ങൾ എപ്പോഴും ചെയ്യുന്നവരാണ് എന്ന് പറയാം. അതിവരുടെ മനസ്സിന്റെ വലിപ്പം തന്നെയാകുന്നു. എന്നാൽ പല അവസരങ്ങളിലും ഇത്തരത്തിൽ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ ഇവർക്ക് നേരെ തിരിയുകയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ ലഭിക്കുകയോ ചെയ്യാം. അതായത് ഇവർക്ക് അവരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, ചില വ്യക്തികൾക്ക് ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലപ്പോഴും വേണ്ടപ്പെട്ടവരിൽ നിന്നും അഥവാ സ്നേഹിക്കുന്നവരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കാം. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ളവരാകുന്നു. എന്നാൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ വളരെയധികം ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഗരുഡ നക്ഷത്രങ്ങൾ. അതിനാൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ വീടുകൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ തന്നെയാണ് ഗരുഡ നക്ഷത്രങ്ങൾ. എന്നാൽ വന്നു ചേരുന്ന ഈ തടസ്സങ്ങളെ, ഈ പ്രതിബന്ധങ്ങളെ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഭഗവാനെ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. പതിയെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.